ഒരു പിതാവ് ദൂരദേശത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാതാപിതാക്കളുടെ വാത്സല്യത്തിൽ ആ കൊച്ചുമകൻ വളർന്നു വന്നു. പിതാവ് ദൂരദേശത്തേക്കുള്ള യാത്രയിൽ തങ്ങളെ വിട്ടു പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവന് വളരെ ദുഃഖം തോന്നി. മകൻ പിതാവിനോട് പപ്പ എന്ന് തിരികെ വരുമെന്ന് ഗദ്ഗതത്തോടുകൂടി ചോദിച്ചു. മകനെ ആശ്വസിപ്പിക്കുന്നതിന് താൻ വരുന്ന മാസത്തെപ്പറ്റി പറഞ്ഞാൽ അവന് ഗ്രഹിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. പിതാവ് പറഞ്ഞു, മോനെ, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന മരത്തിൻ്റെ ഇലകൾ തവിട്ട് നിറമായി കൊഴിഞ്ഞു വീഴുമ്പോൾ ഞാൻ വരും. ഇത് കേട്ട മകൻ ആശ്വസിച്ചു. മകൻ എന്നും ഈ മരത്തുമേൽ നോക്കും, ഇലകൾ നിറം മാറുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. ഒരു ദിവസം നോക്കിയപ്പോൾ ചില ഇലകൾക്ക് നിറം മാറുന്നതായി കണ്ടു. മകൻ ചിന്തിച്ചു, പപ്പ വരാൻ സമയം അടുത്തിരിക്കുന്നു. മകൻ സന്തോഷത്താൽ തുള്ളിച്ചാടി ഓടിച്ചെന്ന് അവൻ്റെ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, മമ്മി, പപ്പ വരാറായി. പപ്പയുടെ വരവിനായിട്ട് ഒരുക്കങ്ങൾ ചെയ്യുക. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവിനുള്ള ബന്ധത്തിൽ അവിടുന്ന് അരുളി ചെയ്ത ഒരു വചനമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തു വന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളും. യേശുക്രിസ്തു തൻ്റെ രണ്ടാമത്തെ വരവിനുള്ള ലക്ഷണമായി പല കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിൽ അതിപ്രധാനമായ കാര്യമാണ് അത്തി തളർക്കും എന്നത്. അത്തിയെ ഊമിച്ചിരിക്കുന്നത് യഹൂദനോടാണെന്ന് നമുക്കറിയാം. അത്തി തളർക്കുന്നത് വേനൽ അടുത്ത് വരുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. ഈ ലക്ഷണം കാണുമ്പോൾ വേനൽ വരാറായി എന്ന് ആർക്കും പ്രതീക്ഷിക്കാം. അതുവരെ തണുത്ത് മരവിച്ച് നിന്നിരുന്ന ചെടികളിൽ പൂമൊട്ടുകൾ കണ്ടു തുടങ്ങും. അത് വികസിക്കുവാൻ ഇനി നാളുകളേറെയില്ല. ഇസ്രായേൽ ജനത്തിൻ്റെ ഒത്തുചേരൽ എന്നത് ലോകത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. പരസ്പരം അറിയാതിരുന്നവർ, വളരെ അകലത്തിൽ പല രാജ്യങ്ങളിൽ പാർത്തിരുന്നവർ, ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്തവർ ഒരു രാജ്യമായി തീരുന്ന അവസ്ഥ ഇതുവരെ ലോകത്തിലെങ്ങും ഉണ്ടായിട്ടില്ല. ലോകത്തിൽ എത്രയെത്ര വംശങ്ങളും ജാതികളുമാണ് നാമാവശേഷമായി തീർന്നത്. എന്നാൽ നൂറ്റാണ്ടുകളായി ചിതറിപ്പോയ ഇസ്രായേൽ ജനം ഒന്നുചേരുകയും ഒരു രാജ്യമായി തീരുകയും ചെയ്തത് ദൈവവചനത്തിൻ്റെ അരുളപ്പാടുകൾ നിറവേറുന്നു എന്നതിൻ്റെ തെളിവാണ്. ഈ സംഭവം അത്തി തളർക്കുന്നതിനോട് തുല്യമാണെന്നറിയുകയും വിശ്വസിക്കുകയും നാം ചെയ്യണം. പ്രിയരെ, കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്നു. അതിൻ്റെ ലക്ഷണങ്ങൾ പലതും കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അവിടുത്തെ വരവിനായി നമുക്കും ഒരുങ്ങാം. നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോകസംഭവങ്ങൾ കാണുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, അവിടുന്ന് വാതിൽക്കൽ തന്നെയാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങി കാത്തിരുന്നുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാം. നാം ഒരിക്കൽ അല്ല താമസിയാതെ കർത്താവിനെ കാണും. എത്രയോ ശ്രേഷ്ഠമായ അനുഭവമായിരിക്കും അത്. അതിനുവേണ്ടിയാണല്ലോ ദൈവസഭ കാത്തിരിക്കുന്നത്. നമുക്ക് ഉണർന്നും ജാഗരിച്ചും കൊണ്ട് കർത്താവിനെ സേവിച്ചുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ മുന്നോട്ട് പോകാം.